ഈ അവസാന നിമിഷം, ഈ ബിഗ് ബോസിൻ്റെ അവസാന നിമിഷം വരെ താങ്കളുടെ പേരുണ്ടായിരുന്നു എന്നാണ് എനിക്കറിയപ്പെട്ടത്. അവസാന നിമിഷം വരെ താങ്കളാണ് എൻ്റെ ഡയറക്ടർ എന്നുള്ള പേരുണ്ടായിരുന്നു. അപ്പോൾ വേർ ഇസ് ദ പ്രൂഫ്? ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടായിരുന്നെങ്കിൽ ഈ ലെവലിൽ ഞാൻ ഇരുന്ന് ഇത്രയും കൂളായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ അല്ലാത്തൊരു വ്യക്തിയുടെ പേര് എങ്ങനെ വന്നു എന്ന് ആലോചിച്ചിട്ടുണ്ട്. ചില സമയത്ത് ചില പ്രൊജക്റ്റുകൾ നടക്കും, ചിലത് നടക്കില്ല. അദ്ദേഹം എവിടെ നിന്നാലും, ലാലേട്ടൻ നമുക്കറിയാം, എവിടെ നിന്നാലും അദ്ദേഹത്തിൻ്റെ എതിരെ വലിയ രീതിയിൽ ഫേസ്ബുക്കിലാണെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളായിരുന്നു എന്തിനാണ് നിങ്ങൾ പോകുന്നത്, ഇത്ര കോടികൾ സമ്പാദിക്കുന്നില്ല ചോദിക്കും. അത് താങ്കളെ പോലുള്ളവർക്ക് താങ്കളുടെ പേരിൽ നിന്ന് തുടങ്ങിയ വിവാദത്തിൽ ലാലേട്ടനിലേക്ക് എത്തും. അത് താങ്കൾക്കൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. സാറിന് സങ്കടങ്ങൾ വരും. എന്തൊക്കെ മറച്ചു വെക്കുന്നു. പറയാൻ ഭയപ്പെടുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. അതൊരു ഡിസിഷനാണ്, ഇതൊരു പ്രൊജക്റ്റാണ്. സാറ്റർഡേ സൺഡേ സിബിൻ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഒരു സ്ക്രിപ്റ്റിന്റെ പുറത്താണെന്നുള്ള സംസാരമാണ്. എവറിത്തിങ് ഇസ് കോണ്ടന്റ് അല്ലേ? എവറിത്തിങ് ഇസ് കോണ്ടന്റ്. സത്യാവസ്ഥ പ്രേക്ഷകർക്ക് അറിഞ്ഞേ പറ്റൂ. എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് കണ്ടസ്റ്റന്റിന്റെ പേര് പുറത്തു വന്നു. സോ ഇറ്റ് ഈസ് ലൈക്ക് ഇപ്പോൾ വർക്ക് ചെയ്തതിന് യാതൊരു വാല്യൂ ഇല്ല. കട്ട് ചെയ്യേണ്ട ഭാഗം കട്ട് ചെയ്യാറുണ്ട്, മ്യൂട്ട് ചെയ്യേണ്ട ഭാഗം മ്യൂട്ട് ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് ഇത് തെറ്റാന്ന് അറിഞ്ഞിട്ടും ടെലികാസ്റ്റ് ചെയ്തു? ഭയങ്കര പ്ലാനിങ് ആണ് എല്ലാവർക്കും. ഇപ്പോൾ ബാക്കിലിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത ഓഡിയൻസ് എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഏതാണെന്ന് പർട്ടിക്കുലർലി മനസ്സിലാക്കി അത് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അതിന് ഇത്രയും ടൈമിനുള്ളിൽ, അതായത് നോട്ട് 24 hours നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില ടാസ്കിലൊക്കെ സാറ് സജഷൻ പറയാറുണ്ട്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇപ്പോൾ ഒരു സീസൺ 5 എന്തോ ഒരു ബലൂണിൻ്റെ അകത്ത് കോയിൻ കളക്ടിങ് ടാസ്ക്, സം സിമ്പിൾ ടാസ്ക് എന്തോ അങ്ങനെ എന്തോ ആണ്, ചവിട്ടി പൊട്ടിക്കണോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ദേഷ്യമൊക്കെ തീർക്കട്ടെ, എന്നോടുള്ള ദേഷ്യമൊക്കെ അവർ തീർക്കട്ടെ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് പതിവിനും വിപരീതമായിട്ട് ഞങ്ങൾ രണ്ടുപേരുണ്ട് അല്ലേക്കാ. സാധാരണ ഇവന്റ്സ് ചെയ്യുമ്പോഴാണ് ഞാനും മിക്കയെ ഒരുമിച്ച് വരാറ്. അത് ഇവന്റ്സിന്റെ പാർട്ടായിട്ട് അത് അങ്ങനെ പോകും. ഇന്ന് ഗസ്റ്റ് അങ്ങനത്തെയാണ്. അപ്പം ബിഗ് ബോസ് ഷോ ലോഞ്ച് ചെയ്തു. ഭയങ്കര ഗംഭീരമായിരുന്നു. ഒക്കെ കണ്ടിരുന്ന എപ്പിസോഡ് എങ്ങനെയുണ്ട്? ലാലേട്ടന്റെ ഗെറ്റപ്പ് ആദ്യം പറയും. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നമുക്ക് ഇതിനു മുമ്പ് ഈ ഷോ നടത്തി ഡയറക്ട് ചെയ്ത ഒരാളെയാണ് നമുക്ക് തീർച്ചയായിട്ടും കാണണം. അപ്പൊ ആള് വെറുതെ പറഞ്ഞാ പോരാ, കഴിഞ്ഞ വർഷത്തെ വിവാദ നായകൻ എന്ന് വേണം അല്ലേ? പക്ഷെ കാര്യങ്ങളിലേക്ക് നേരെ നമുക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം വെൽക്കം ഹാഫിസിക്ക. താങ്ക് യു സിമി, താങ്ക് യു ഇക്ക. ആൻഡ് ഐ എം വെരി ഗ്ലാഡ് ആൻഡ് ഹാപ്പി. രണ്ടുപേരും വന്നതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. സോ ഹാപ്പി ടു മീറ്റ് ബോത്ത് ഓഫ് യു, ലൈക്ക് യു എസ്പെഷ്യലി. തീർച്ചയായിട്ടും താങ്ക് യു. ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബിഗ് ബോസ് ഞാൻ എപ്പോഴും കാണുന്ന ഒരാളാണ്. ബിഗ് ബോസ് സീസണിലേക്ക് പങ്കെടുക്കാൻ ക്ഷണമുണ്ടായിരുന്നൊരു വ്യക്തിയാണ്. എനിക്കറിയാം. അപ്പം നിങ്ങൾ ഡയറക്ടിങ്ങിൻ്റെ സമയത്താണ് ക്ഷണം ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ മീറ്റിംഗ് വരെ പങ്കെടുത്ത ഒരാളാണ്. താങ്കൾ ആ സൂം മീറ്റിംഗിൽ വന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പം സീസൺ 7 ഇന്നലെ ഗംഭീരമായിട്ട് തുടങ്ങിയിരിക്കുന്നു. താങ്കൾ ആ ഷോയ്ക്കില്ല, എന്തുകൊണ്ടില്ല? നത്തിങ് സ്പെഷ്യൽ. നമ്മുടെ ഷോയിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ആൾക്കാർ ചെയ്യുന്നു, അതൊരു ടൈമാണ്. ചില സമയം ഇത് ഒരു പ്രൊജക്റ്റ് അല്ലേ, ചില സമയത്ത് ചില പ്രൊജക്റ്റുകൾ നടക്കും, ചിലത് നടക്കില്ല. അത്രയേ ഉള്ളൂ. സിമ്പിൾ. ലെറ്റ്സ് കീപ് ഇറ്റ് സിമ്പിൾ. എന്തെങ്കിലും കാരണം ഇല്ല, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മൾ ചെയ്യാനിരുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, വീട്ടിൽ നിൽക്കേണ്ട ആവശ്യം വന്നു. അങ്ങനെ വെന്റ് ഓൺ. ഷോ നടക്കും, അതല്ലേ? ഷോ നടക്കും. സിമി തുടങ്ങി വെച്ച കഴിഞ്ഞ തവണത്തെ വിവാദ പുരുഷനാണ് താങ്കൾ. അതെ. അതുകൊണ്ടാണോ മാറ്റി നിർത്തപ്പെട്ടത്? അല്ല. ഞാൻ ഇതിന്റെ പ്രൊജക്ടിന്റെ തുടക്കത്തിൽ ഞാൻ പാർട്ടായിരുന്നു. പിന്നെ ലേറ്റർ ഓൺ ലാസ്റ്റ് മൂമെന്റിലാണ് എനിക്ക് തോന്നുന്നു ഒരു 20th അടുപ്പിച്ചൊക്കെയാണ് ഞാൻ ഇതിൽ ഇല്ല എന്നുള്ള അതൊരു കൺഫർമേഷൻ അല്ലെങ്കിൽ ആ കൺഫർമേഷൻ പോലും ആയിട്ടില്ല. എന്നിട്ട് നമ്മൾ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിവാദത്തിൽ എനിക്ക് ഭാഗമൊന്നുമില്ല. സിമി എന്തുകൊണ്ടാണ് വിവാദം ഉണ്ടെന്ന് പറയാൻ കാരണം? വൈൽഡ് കാർഡ് എൻട്രിക്ക് ശേഷം നടന്ന എല്ലാ പ്രശ്നങ്ങളിലും ഹാഫിസ് എന്ന വ്യക്തിയുടെ പേരാണ് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഞാൻ റിസർച്ച് ചെയ്തു. ഞാൻ 24 മണിക്കൂർ കാണുന്ന ഒരു വ്യക്തി. എനിക്കറിയാം ഇതിൽ യാതൊരു ട്രൂത്ത് ഇല്ല. നമുക്ക് എന്തെങ്കിലും പേടിക്കാനുണ്ടെങ്കിലല്ലേ ഇതൊക്കെ ഇരുന്ന് കണ്ട് അതിൻ്റെ. പിന്നെ ഇത് നമ്മൾ ചുമ്മാ നെഗറ്റീവ് ആവേണ്ട ഒരു കാര്യമില്ല. നമ്മളൊരു ഷോ ചെയ്യാൻ വന്നിരിക്കുന്നു. ആ ഷോ ഏറ്റവും നന്നായിട്ട് എങ്ങനെ ചെയ്യാം എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അതിൽ കൂടുതലൊന്നും ഞാൻ ആ വീഡിയോ കാണാറ് പോലും. അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ട് വ്യക്തിവൈരാഗ്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഈ തവണ ഈ പ്രശ്നങ്ങളിലെല്ലാം ഹാഫിസ് എന്ന വ്യക്തിയുടെ പേര്
മുൻനിരയിൽ വരാൻ കാരണം എന്നുള്ളതാണ്. അതിന്റെ സത്യാവസ്ഥ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തിയാണ് ആയിരിക്കാം, എനിക്കറിയില്ല. ഇപ്പം ഞാൻ സി ഡി ആയിരുന്ന സമയത്തല്ല, ഞാൻ സി ഡി ആവുന്നതിന് മുമ്പാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം പുള്ളി എന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവാം, എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതെനിക്കറിയാം. എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫ് ഒരു ചോദിച്ചിട്ടുണ്ട് എന്താ ഒന്ന് റിപ്ലൈ കൊടുക്കാത്തത്. പക്ഷെ റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ക്രൂ മെമ്പറോ ഞാൻ പ്രൊഫഷണലി കാണുന്ന ഒരാളോ എന്നെ പറ്റി അങ്ങനെ പറയില്ല. എന്നെ അറിയാവുന്നവർ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഹാഫിസ് അങ്ങനെ ചെയ്യില്ല. പ്രൊഫഷണലി നമ്മളൊരാളെ കാണുക, സംസാരിക്കുക, അത് എപ്പോഴും പ്രൊഫഷനാണ്. അങ്ങനെ അല്ലാത്തൊരു വ്യക്തിയുടെ പേര് എങ്ങനെ വന്നു എന്ന് ആലോചിച്ചിട്ടുണ്ട്? ഈ വിവാദത്തിൽ എങ്ങനെ വന്നു? വിവാദങ്ങളല്ലേ, ഇറ്റ് ഈസ് ഓൾ ലൈക്ക് അല്ലേ. എന്നാൽ കോൺട്രവേഴ്സീസ് വരുമ്പോൾ കോൺട്രവേഴ്സീസ് എന്തുകൊണ്ടാണ് വരുന്നത്? ആരെങ്കിലും ഒന്നില്ലെങ്കിൽ സിറ്റുവേഷൻ ഉണ്ടാവാം, ട്രൂത്ത് ആയിരിക്കാം, ഇല്ലെങ്കിൽ നെഗറ്റീവ് എന്തെങ്കിലും സിറ്റുവേഷൻ ആൾക്കാർ ഉണ്ടാക്കി വിടുന്നതായിരിക്കാം. പക്ഷെ അതിന് റിയാക്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ യു ഹാവ് സംതിങ് ടു ഡു വിത്ത് ഇറ്റ്. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ ഷോ ചെയ്യാൻ വന്നേക്കുന്നതാണ്, ആ ഷോ നന്നാക്കുക അല്ലേ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു അതുവരെ ഇപ്പം ഈ പറഞ്ഞ കഴിഞ്ഞ കൊല്ലം ഈ ഇഷ്യൂ ഉണ്ടാവുന്നവരെ ഇപ്പോൾ എപ്പിസോഡുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൽ സാറിൻ്റെ എല്ലാ എപ്പിസോഡും ഫയർ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ആഫ്റ്റർ എവറി വീക്കെൻഡ് സോഷ്യൽ മീഡിയയിലും ആൾക്കാരും എങ്ങനെ റിയാക്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയർ എന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഹാപ്പിയാണ് ആ ഒരു കാര്യം. ഇവിടുത്തെ പ്രശ്നം ഈ അന്നുണ്ടായ വിവാദങ്ങൾ പിന്നീട് വലിയ രീതിക്ക് ചർച്ച ചെയ്യപ്പെട്ടു അല്ലേ. അന്നുണ്ടായ വിവാദം വലിയ ചർച്ച ചെയ്യപ്പെട്ടു, വാർത്താ സമ്മേളനങ്ങൾ വരെ നടക്കുന്ന വലിയ വിവാദങ്ങളായിരുന്നു. പക്ഷെ ആഫീസ് ഇപ്പോൾ പറയുന്നത് വെറും ഒരു കൂളായിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, സത്യാവസ്ഥ അറിയാൻ പ്രേക്ഷകരുണ്ട് അല്ലേ. ആ സത്യാവസ്ഥ പ്രേക്ഷകർക്ക് അറിഞ്ഞേ പറ്റൂ. അതെന്ന് വെച്ചാൽ ഇപ്പോഴൊരു സീസൺ വരാണ്. ഈ സീസൺ നമ്മളൊക്കെ ബിഗ് ബോസിന് ഇഷ്ടപ്പെടുന്നതാണ്. ഈ സീസണിലേക്ക് പ്രേക്ഷകർ അങ്ങ് അടുക്കണം. ഇനി അങ്ങനെ ഒരു വിവാദം എന്തിനാണ്, ഇനി അടുത്തൊരാൾക്ക് പേരിലൊരു വിവാദം ഉണ്ടല്ലോ, അത് അങ്ങനെയല്ല എന്ന് പറയാൻ നമ്മളൊന്ന് തയ്യാറാകണം. ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് തുറന്നു പറയണമല്ലോ. അല്ല, ഇത് ഈ വിവാദം ഉണ്ടാക്കിയ ആരും തന്നെ ഞാൻ പിന്നെ കണക്ട് ചെയ്തിട്ടില്ല, അവരെന്നെയും കണക്ട് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ എന്തെങ്കിലും ഞാൻ ചെയ്തതായിട്ട് അവരെന്തോ പ്രൂഫ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞതല്ലാതെ എനിക്ക് തോന്നുന്നില്ല ആരും എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒരു പ്രൂഫായിട്ട് വന്നിട്ടുണ്ട്. ദിസ് ഈസ് ദ പ്രൂഫ് ഷൂട്ടും സി വൺസ്. അപ്പോൾ ഇത്രയും വർഷമായി, ഇറ്റ്സ് ബീൻ 1 year. ഷോ കഴിയുന്ന അന്ന് എന്തോ വലിയ സംഭവം വരുമെന്നെല്ലാം പറഞ്ഞിട്ട് അന്നൊക്കെ അവരുണ്ടായിരുന്നു. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോ തീരുമ്പോൾ ഈ സാധനം പുറത്ത് വരും, മറ്റേത് മറിച്ചത് എന്നൊക്കെ. പക്ഷേ ഇതിന് ഇൻവോൾവ് ആയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രൂഫായിട്ടോ ആരും എൻ്റെ അടുത്ത് ഇതുവരെ വന്നിട്ടില്ല അല്ലേ. അപ്പം എൻ്റെ പേര് ഇതിലേക്കൊക്കെ വലിച്ചെറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലുണ്ടോ സ്റ്റോറീസ് അവരാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഐ നോ അല്ലേ, ഞാൻ പ്രൂവ് ചെയ്യുന്ന എനിക്കറിയില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. അല്ല, ഒരാളെ സംബന്ധിച്ചോളം ഇപ്പോൾ ആഫീസ് ഇങ്ങനെ ഞാൻ വീണ്ടും പറയുന്നത് വെറുതെ അത് ഒന്നുമല്ലാത്ത രീതിക്കാണ് പറയുന്നത്. പക്ഷേ അത്തരം വിവാദങ്ങളുണ്ടായി, കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെട്ടു. താങ്കളുടെ പേര് പരസ്യമായിട്ട് പറയുന്ന നിലയിലേക്ക് പോകുന്നു. പക്ഷേ ആ വ്യക്തി താങ്കളുടെ അടുത്ത് തെളിവായിട്ട് വരുമ്പോൾ ആ തെളിവ് പരാതിയായിട്ട് പോയിരുന്നു, പോലീസ് സ്റ്റേഷനിൽ വരെ പരാതിയായിട്ട് പോയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ഈ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് പോയി കഴിഞ്ഞ സമയത്ത് എന്നെ പോലീസ് വിളിച്ചിട്ടില്ല, എൻ്റെ പേരിൽ വന്നിട്ടില്ല. ഷോ കഴിഞ്ഞിട്ട് അവിടെ എന്തിൻ്റെയൊക്കെ പേരിൽ 1-2 അതായത് അസിസ്റ്റൻ്റ് പിള്ളേർക്കെതിരെ കേസ് വന്നു എന്നാൽ ഒരു ബേസ്ലെസ് കേസ് ആകുമ്പോഴാണല്ലോ അവർക്ക് അത്ര, അല്ലെങ്കിൽ ഇതിൽ പ്രൂഫ് ഉണ്ടെങ്കിൽ പോലീസ് എന്നെ വിളിക്കേണ്ടതല്ലേ അല്ലേ. എനിക്കെതിരെ കേസ് അവർക്ക് കൊടുക്കുന്നതാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം എനിക്കെതിരെ വന്നിട്ടില്ല, ഒരു കോൾ പോലും വന്നിട്ടില്ല, നത്തിങ്. അപ്പൊ എനിക്ക് വന്നിട്ടില്ല. എനിക്ക് പോലീസിന്റെ കോള് വന്നിട്ട് ഞാൻ അങ്ങനെ കോള് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാവേണ്ടതല്ലേ. പൂനമല്ലി പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഹാജരാവേണ്ടതാണ്. അങ്ങനെ ഹാജരായാലും ഒരു തെളിവ് പോലും ഇല്ല. യു ആർ ദ പീപ്പിൾ, യു ക്യാൻ ഡു ദ റിസർച്ച്. എനിക്കെതിരെ അങ്ങനെ കോള് വന്നിട്ടില്ല, എന്നെ ആരും വിളിച്ചിട്ടില്ല പോലീസായിട്ട്, എനിക്ക് യാതൊരു ഇതുമില്ല. അപ്പോൾ വേർ ഇസ് ദ പ്രൂഫ്? ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടായിരുന്നെങ്കിൽ ഈ ലെവലിൽ ഞാൻ ഇരുന്ന് ഇത്രയും കൂളായിട്ട് സംസാരിക്കില്ലല്ലോ. ഇല്ല, അത് കൃത്യമാണ്. താങ്കളെ പോലീസ് സ്റ്റേഷൻ വിളിച്ചില്ല എന്ന് താങ്കൾ കൃത്യമായിട്ട് പറയുന്നു. താങ്കൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് സഹിതം വരണമായിരുന്നു. അതുകൊണ്ട് തന്നെ താങ്കൾ കൂളായിട്ട് സംസാരിക്കുന്നത്. അവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ അവസാന നിമിഷം, ഈ ബിഗ് ബോസിൻ്റെ അവസാന നിമിഷം വരെ താങ്കളുടെ പേരുണ്ടായിരുന്നു എന്നാണ് എനിക്കറിയപ്പെട്ടത്. അവസാന നിമിഷം വരെ താങ്കളാണ് എൻ്റെ ഡയറക്ടർ എന്നുള്ള പേരുണ്ടായിരുന്നു. പിന്നീട് പല ചർച്ചകൾ വന്നിട്ടാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാലും അത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വീട്ടിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാഗമാണ്. ഐ എം ഷിഫ്റ്റിംഗ് മൈ ഹൗസ്. തീർച്ചയായിട്ടും. അത് ഇപ്പം ഒരു കാര്യത്തിൽ ഞാൻ നോക്കി കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. ദാറ്റ് ഐ എം നോട്ട് പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷേ ആദ്യമായിട്ടാണ് ലൈക്ക് ഐ എം സ്റ്റേയിങ് അവേ ഫ്രം മൈ പാരൻസ്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റിങ്ങിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ സമയമായിട്ട് ഇത്. പിന്നെ ഇതിൽ
കോർപ്പറേറ്റ് ഡിസിഷൻസ് ഉണ്ടാകാം, കമ്പനിയുടെ ഡിസിഷൻസ് ഉണ്ടാകാം, എല്ലാം ഉണ്ടാകാം. പക്ഷേ എനിക്ക് അതിൽ കൂടുതൽ ഇത് അന്വേഷിച്ച് പോകേണ്ട ഒരു കാര്യമില്ല. അതൊരു ഡിസിഷനാണ്. ഇതൊരു പ്രൊജക്റ്റാണ് അല്ലേ, നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിരുന്നു, ആവാനിരുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ എന്തൊക്കെയോ ഡിസ്കഷനും നടന്നു. ഓക്കെ, ദാറ്റ്സ് അത്രയായിട്ട് ഞാൻ കാണുന്നുള്ളൂ അതിനെ. ഇത് പറഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് എല്ലാവരുമായിട്ടും സംസാരിച്ചതാണ്. എൻ്റെ മോളായിട്ടും ഒരു പ്രശ്നമില്ല, ഏഷ്യനെറ്റായിട്ടും ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു ടൈമല്ലേ, ചിലപ്പോൾ ഒരു ബ്രേക്ക് നല്ലതായിരിക്കാം. ഇത്ര സിമ്പിളായിട്ട് പറയുമ്പോഴും ഇത്രയും വർഷം ഷോ ചെയ്ത ഒരു വ്യക്തി, ആ ഷോയോട് സാധാരണ പ്രേക്ഷകർക്ക് ആത്മബന്ധം ഉണ്ട്, അതുപോലെ തന്നെ ഷോ ഡയറക്ടർക്കും ആത്മബന്ധം ഉണ്ടാവും. എന്തുകൊണ്ടാണ് മാറ്റി നിർത്തൽ എന്ന് ഒരു പക്ഷേ ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇതൊരു ഷോ മാത്രമാണ് സെമി. ഞാൻ ആദ്യം ബിഗ് ബോസ് ചെയ്യുന്നത് 2006 ഹിന്ദി കളേഴ്സിൽ വന്ന ആദ്യ സീസണാണ്. അന്ന് ഞാൻ സ്റ്റോറി എഡിറ്ററാണ്. സ്റ്റോറി എഡിറ്ററിൽ നിന്ന് ഐ ഡോണ്ട് നോ, ഇപ്പം നിങ്ങൾക്കൊക്കെ ടെക്നിക്കൽ ടേംസ് ഒക്കെ അറിയുമെന്ന് എനിക്കറിയില്ല, അറിയാമായിരിക്കാം. പക്ഷേ അന്ന് ഞാൻ വെറും സ്റ്റോറി എഡിറ്ററാണ്. അവിടെ നിന്ന് ഞാൻ 2 സീസൺ കഴിഞ്ഞ് വേറെ ഒരുപാട് ഷോകൾ നമ്മൾ ചെയ്തു അല്ലേ. ഞാനെപ്പോഴും ഫ്രീലാൻസറായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ലൊരു പ്രൊജക്റ്റ് വരുമ്പോൾ ഗോഡ് വില്ലിംഗ്ലി, ഗോഡ് ബ്ലെസ്, എനിക്ക് എപ്പോഴും നല്ല പ്രൊജക്റ്റ് വന്നു എന്നുള്ളതാണ്. ഐ എം ഹാപ്പി യുനോ. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് വന്നില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് വേറെ പ്രൊജക്റ്റ് വരുമായിരിക്കും. ഇതിനു മുമ്പ് ഞാൻ ബിഗ് ബോസ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനേക്കാൾ നല്ലൊരു പൊസിഷനിലേക്കും ഇല്ലെങ്കിൽ ഷോ ചെയ്യാനും എനിക്ക് പറ്റിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ടൈം, അത്രയേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. താങ്കളൊരു യാത്രയുണ്ടല്ലോ, ഇപ്പോൾ ഈ ബിഗ് ബോസിൽ വന്ന് നിങ്ങൾ ആദ്യം ഹിന്ദി ചെയ്തു, ആ യാത്ര എങ്ങനെയായിരുന്നു? ഇപ്പം ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത ഷോകളിൽ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട ഒരു ഷോ ആയിരിക്കും ബിഗ് ബോസ്. ഞാൻ ഡൽഹിയിലാണ് ആദ്യം വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. ബോംബെയിൽ വന്ന് ഞാൻ ആദ്യത്തെ ഷോ ബിഗ് ബോസ് ആണ്. ഫസ്റ്റ് ഷോ ഇൻ ബോംബെ വാസ് ബിഗ് ബോസ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് അമേസിങ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ട്രെയിൻ ചെയ്യാൻ വന്നത്, ബിഗ് ബോസ് ആദ്യം തുടങ്ങിയത് നെതർലാൻഡ്സിൽ ആദ്യം തുടങ്ങിയ അവിടുത്തെ ആദ്യത്തെ സ്റ്റോറി എഡിറ്റേഴ്സാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്യാൻ വരുന്നത്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇന്നിപ്പോൾ കുറേ കാലങ്ങൾ കഴിഞ്ഞു, ഒരുപാട് സീസണുകളായി, ഇപ്പോൾ നമുക്ക് തന്നെയൊക്കെ ട്രെയിൻ ചെയ്യാം. പക്ഷെ അന്ന് ഇതിനെപ്പറ്റി എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ ഒരു ഷോ അറിയില്ല. നമുക്ക് 2 ആഴ്ചത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് നമ്മളവിടെ ഇരിക്കുമ്പോൾ ശരിക്കും ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന ഒരു ഫീലാണ്. ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഏതാണെന്ന് പർട്ടിക്കുലർലി മനസ്സിലാക്കി അത് ഷൂട്ട് ചെയ്ത്, അത് എഡിറ്റ് ചെയ്ത്, അതിന് ഇത്രയും ടൈമിനുള്ളിൽ, അതായത് നോട്ട് 24 hours നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഷോസ്. അത് ഭയങ്കര ഒരു ഫീലാണ്. പല ആൾക്കാരും ഇതിന് നിലവിൽ ഇപ്പോൾ അഡിക്റ്റഡ് ആണെന്ന് പറയാം. 24/7 വന്നപ്പോൾ വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനൊരു നെഗറ്റീവ് വശം കൂടി ഉണ്ട്. പല ആൾക്കാരും അഡിക്റ്റഡ് ആയിട്ട് മെൻ്റലി ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നു, TV തല്ലി പൊട്ടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ക്രൂ എന്താണ് സംസാരിക്കുന്നത്, ഇതിനെപ്പറ്റി എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? പക്ഷേ in the end of the day we are here to make a show. Like you know, when you ask questions, you make a show. It's for entertainment of the people. അല്ലേ, നമ്മളെ ആൾക്കാരെ എങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. വി ആർ ഹാപ്പി സംടൈംസ്. ലൈക്ക് അവർ കുറച്ച് കൂടുതൽ ക്യാരിഡ് അവേ ആയി പോകാറുണ്ട്. പക്ഷെ അത് ഷോയുടെ ഗുണമായിരിക്കാം, ഇല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ കണ്ടിരിക്കാനുള്ള രസമായിരിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിയൽ ലൈഫ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റോറി അല്ലേ. നമ്മുടെ ലൈഫുകളിൽ നടക്കുന്ന കാര്യമാണ് ഏറ്റവും രസം നമുക്ക് കണ്ടിരിക്കാൻ. അത് നമുക്കൊരു വീടിൻ്റെ അകത്ത് 4 വാളിൻ്റെ അകത്ത് ആൾക്കാരെ ഇട്ടിട്ട് നമ്മൾ അതിൽ ചില പ്രഷർ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളത് കണ്ടിരിക്കുക എന്നുള്ളത്. അപ്പം ഓഡിയൻസ് അവരുടെ ഒപ്പം ട്രാവൽ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് സംടൈംസ് യു കാൻ സേ അത് ആ ഷോയുടെ ഇതായിരിക്കാം, ഒരു രസം, അതിൻ്റെ ഒരു ഹരമായിരിക്കാം. കഴിഞ്ഞ കൊടുത്ത വിവാദത്തിൽ വേറൊരു കാര്യങ്ങൾ ചെയ്യും. ലാലേട്ടന് ഒത്തിരി അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ടായിട്ടുണ്ട്. ലാലേട്ടനെതിരെ വലിയ ആരോപണങ്ങൾ. അദ്ദേഹം എവിടെ നിന്നാലും, ലാലേട്ടൻ നമുക്കറിയാം, എവിടെ നിന്നാലും അദ്ദേഹത്തിന് എതിരെ വലിയ രീതിയിൽ ഫേസ്ബുക്കിലാണെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളായിരുന്നു എന്തിനാണ് നിങ്ങൾ പോകുന്നത്, ഇത്ര കോടികൾ സമ്പാദിക്കുന്നില്ല ചോദിച്ചു. അത് താങ്കളെ പോലുള്ളവർക്ക് താങ്കളുടെ പേരിൽ നിന്ന് തുടങ്ങിയ വിവാദത്തിൽ ലാലേട്ടനിലേക്ക് എത്തുന്നു. അത് താങ്കൾക്കൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എൻ്റെ പേരിൽ നിന്ന് തുടങ്ങിയ വിവാദം മാത്രമൊന്നും അല്ല ഇതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വന്നിറങ്ങിപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേരെ പറ്റി അവർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. സോ ലെറ്റ്സ് കീപ്പ് ഇറ്റ് അസൈഡ്. ഇത് എല്ലാവരെയും ബാധിക്കില്ല അങ്ങനെ ഒരു ഷോ. ഇറ്റ്സ് എ ബിഗ് ഷോ. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് തിങ്, ഇപ്പം ഞാൻ റിയാലിറ്റി ചെയ്യാത്ത സമയത്ത് പോലും, ഞാൻ വീക്കെൻഡ് എപ്പിസോഡും ചെയ്യുന്ന സമയത്ത് പോലും റിയാലിറ്റിയിൽ എന്തെങ്കിലും വരുന്നത് പോലും എൻ്റെ തലയിൽ വെച്ചിട്ട് എനിക്കെതിരെ ആൾക്കാർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ
അതുപോലെ തന്നെയാണ് സാർ ഒരു പാട്ടാണ്, സാറ് ഷോയുടെ ഫേസ് ആണ്. ഇത് ഞാനായിട്ട് എൻ്റെ പേരിൽ തുടങ്ങിയതല്ല, ഞാനതിൽ ഉത്തരവാദിയല്ല, എനിക്ക് യാതൊരു റോളും അതിലില്ല എന്നുള്ളത് അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഈ പറയുന്ന എൻ്റെ സീനിയേഴ്സ് ആയിട്ടാണെങ്കിലും എല്ലാവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ്. സോ അവർക്ക് ക്ലിയർ ആണ്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആ വിവാദം തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും വലിയ വിവാദമാണ്, അല്ലെങ്കിൽ ഞാൻ അതിൽ കുറ്റക്കാരനാണെങ്കിൽ എൻ്റെ മോളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ മോം ആൻഡ് ഇറ്റ്സ് കോർപ്പറേറ്റ് ആണല്ലോ, ഇപ്പോൾ എല്ലാം കോർപ്പറേറ്റ് ആണ്. സംതിങ് ലൈക്ക് ദാറ്റ് ഇസ് വെരി ഡേഞ്ചറസ്. ഇത്തരം വിവാദങ്ങളുണ്ടായപ്പോൾ എന്തായാലും ലാലേട്ടൻ വരുന്നുണ്ട്, നിങ്ങളുമായിട്ട് സംസാരമുണ്ട്. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു, ലാലേട്ടൻ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അന്നും? ഓഫ് കോഴ്സ് സാറായിട്ട് ചെറിയതുണ്ട്, പക്ഷേ അതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ സംസാരിക്കേണ്ടി വന്നിട്ടില്ല. ബിക്കോസ് ഇൻ ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഇതിൻ്റെ ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ മാത്രമാണ്. ഷോ റൺ ചെയ്യുന്ന വേറെ ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ അകത്ത് അല്ലേ. എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഏഷ്യാനെറ്റിൽ നിന്നുണ്ട്, എൻ്റെ മോളിൽ നിന്നുണ്ട്. അവരൊക്കെ ആയിട്ട് സീരിയസ് ഡിസ്കഷൻ തന്നെയായിരുന്നു ആ ഒരു സമയത്ത്. ഓഫ് കോഴ്സ് ഇറ്റ് വാസ് എ ഹ്യൂജ് ഡിസ്കഷൻ. സാറിനെതിരെ ആണെങ്കിലും ഷോയ്ക്കെതിരെ ആണെങ്കിലും ഭയങ്കര അലിഗേഷൻസും കാര്യങ്ങളൊക്കെ വന്നൊരു സമയമാണ്. ആ ഒരു സമയം കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു മെലോ ഡൗൺ ഓൺ എവറിത്തിങ്, ബിക്കോസ് ടിൽ ദാറ്റ് പോയിന്റ് ഐ തിങ്ക് ആ ഷോയുടെ ചേഞ്ച് സിമി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈം വരെ ലാൽ സാർസ് എപ്പിസോഡ് വാസ് ഓൾവേസ് ഫയർ അല്ലേ. ഇപ്പം ഇന്നും എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ ഫയർ ആയിരുന്നു. പക്ഷെ സോ ദർ ഇസ് എൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ മാത്രമല്ല ഇതിൽ, ലോട്ട് ഓഫ് പീപ്പിൾ ഇൻവോൾവ്. എല്ലാവരുമായിട്ട് സംസാരം നടന്നിട്ടുണ്ട്? ഓഫ് കോഴ്സ് നടക്കുമല്ലോ കേട്ടോ, ബിക്കോസ് ഒരു ഇതാണത്, ഇറ്റ്സ് എ ബിഗ് തിങ് അല്ലേ. അപ്പോൾ എല്ലാവരും സംസാരിക്കുമല്ലോ. അഭിസ് എന്തൊക്കെ മറച്ചു വയ്ക്കുന്നു, പറയാൻ ഭയപ്പെടുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന വ്യക്തി ഹാഫിസൊക്കെ ഇങ്ങനെയല്ല. ഇല്ല, ഞാൻ സംസാരിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് പേഴ്സണലി സാർ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് പറയാൻ സംസാരിച്ചിട്ടില്ല. സാറ് സംസാരിച്ചിട്ടുണ്ടാവും ഫോർ ഷുവർ. ഇതിൻ്റെ അകത്ത് ഏഷ്യാനെറ്റ് സാറിന് അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ, കൊല്ലങ്ങളായിട്ട് അറിയാവുന്നവരുണ്ടാവും. അവരായിട്ട് സാർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ടാവും. ഐ വാസ് നോട്ട് ഇൻവോൾവ് ഇൻ ഇറ്റ്. അല്ലാതെ എനിക്ക് പേടിയായിട്ടോ ഞാനിങ്ങനെ ആലോചിക്കുന്നതാണ് അത് മാത്രമാണ്. ബിക്കോസ് ഞാൻ ഇത്രയും ഈ ഒരു കാര്യത്തിനെ പറ്റി ആലോചിച്ചിരിക്കുന്ന ഒരാളല്ല. ബിക്കോസ് ആലോചിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. ബിക്കോസ് ഫോർ മീ ഇറ്റ് ഇസ് എ ഷോ. അത് കഴിഞ്ഞ 3 മാസം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഒരു 3 മാസം അത് തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിരിക്കുകയോ അതിൻ്റെ ഇതിൽ നടന്നിട്ട് കാര്യമില്ല. ഐ നീഡ് ടു ലുക്ക് ഫോർ അനദർ വർക്ക് തിങ്സ്. അതാണ് എനിക്ക് തോന്നുന്നു. ഞാൻ എപ്പോഴും ഐ ലവ് ദ ഷോ, പക്ഷെ ഒരു ഫാൻ ബോയ് ആയിട്ടല്ല, ഒരു ക്രിയേറ്റർ ആയിട്ടാണ് ഇതെനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോയുടെ പാക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറോ അതിനെപ്പറ്റി വെച്ചുകൊണ്ടിരിക്കലോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആ റിലേഷൻഷിപ്പ് ആൾക്കാരായിട്ടുള്ളത് അത് ഷോ മാത്രമാണ്. സാറ്റർഡേ സൺഡേ സിബിൻ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഒരു സ്ക്രിപ്റ്റിന്റെ പുറത്താണെന്നുള്ള സംസാരമുണ്ട്. ഇത് ബേസിക്കലി ഐ ഹാവ് നെവർ വർക്ക്ഡ് വിത്ത് എ സ്ക്രിപ്റ്റ്, ഒരു ഫോർമാറ്റ് സ്ക്രിപ്റ്റ് അല്ല. പക്ഷെ ഓഫ് കോഴ്സ് ഇത് ഞാൻ പേഴ്സണലി എടുക്കുന്ന ഒരു ഡിസിഷനും അല്ല ഇത്. ലൈക്ക് ഐ സെഡ്, നമ്മളതിൽ ക്രിയേറ്റീവായിട്ട് ഇതെങ്ങനെ എല്ലാം കൂടെ ഒരു എപ്പിസോഡാക്കി കൊണ്ടുവരാൻ പറ്റും. ടാസ്ക് വേണം, ഇത് എവിടെയൊക്കെ പ്ലേസ് ചെയ്ത് ഒരു എൻ്റർടൈനിങ് എപ്പിസോഡാക്കാൻ നോക്കുന്നത് നമ്മളാണ്. പക്ഷേ ഇതിൻ്റെ അത് കോണ്ടന്റ് എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ഡിസിഷൻ എടുത്തിട്ട് ഒരു ഷോ ചെയ്യാൻ പറ്റില്ല. അറിയായിരിക്കും, യു വിൽ ബി നോയിങ് ഇറ്റ് ബെറ്റർ. യു ഹാവ് എ ചാനൽ ഹെഡ്, യു ഹാവ് എ റിയാലിറ്റി ഹെഡ്, യു ഹാവ് എ പ്രൊജക്ട് ഹെഡ് ഫോർ എൻ്റെ മോൾ. അപ്പോൾ ഇവരെല്ലാവരും, പിന്നെ റിയാലിറ്റി ഹെഡ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇരുന്നൊരു മീറ്റിങ്ങിൽ നമ്മൾ തീരുമാനിച്ച് സംസാരിച്ച് ഇന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം, ഇന്ന രീതികളാണ്. ബിക്കോസ് ദിസ് ഇസ് ദ ഇഷ്യൂ ദാറ്റ് നീഡ്സ് ടു ബി ഡെൽറ്റ് വിത്ത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു റൺ ഓർഡർ വിൽ ഹാവ്. ഓക്കെ, ഇന്ന പോയിന്റ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അത് നമ്മൾ ലാൽ സാറിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ലാൽ സാർ മോസ്റ്റ്ലി സാർ എപ്പിസോഡ് കണ്ടിട്ട്, ഇപ്പോൾ ഞാൻ ചെയ്ത 2 സീസണിലും സാർ എപ്പിസോഡ് കാണാറുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം മിസ്സായി പോയി തിരക്കുണ്ടെങ്കിൽ തന്നെയും സാർ പറയും, ഓക്കെ ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ, ഞാൻ ഇന്ന് രാത്രി കാണാം. എന്നിട്ട് കണ്ടിട്ടാണ് സാറ് ഫ്ലോറിൽ വരുന്നത്. സോ അതിൻ്റെ ഒരു ഗുണം തിങ് എന്താ വെച്ചാൽ ഇറ്റ്സ് എ കോൺവെർസേഷൻ ദാറ്റ് ഹാപ്പൻസ്. വി ഹാവ് എ ടോപ്പിക്. വെൻ ദ ടോപ്പിക് ഇതാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ടോപ്പിക്. ഈ അഡ്രസ്സ് ചെയ്യേണ്ട ടോപ്പിക്കിൽ ഇതാണ് നമ്മുടെ സബ് ടോപ്പിക്സ്. നൗ വി ഡിസ്കസ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സാധനത്തിൽ നിന്നാണല്ലോ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് പറയുക. അപ്പോൾ അതിൽ ഇതൊരു ആ ഒരു റിയാലിറ്റിയിൽ തന്നെ ആണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഒരു ഹാർഡ് കോർ സ്ക്രിപ്റ്റ് ബൈൻഡ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതല്ല. പക്ഷെ ഓഫ് കോഴ്സ് വി ഹാവ് പോയിന്റേഴ്സ്. അത് വേണമല്ലോ, അല്ലാതെ നമുക്ക് ഷോ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പോയിന്റർ ഇല്ലാതെ, അല്ലെങ്കിൽ എന്താ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് ഒരു അജണ്ട ഇല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇത് ആരെ ടാർഗറ്റ് ചെയ്യാനോ. ഇപ്പം നമ്മൾ സിബിൻ്റെ ഇഷ്യൂ നടന്നെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതിൻ്റെ മുമ്പത്തെ ആഴ്ച എങ്ങാണ്ടായിരുന്നു വിഷുവിൻ്റെ സെലിബ്രേഷനോ സംതിങ് വാസ് ദേ. അതിലൊരു സെഗ്മെന്റ് മുഴുവൻ സിബിനായിരുന്നു. ഹി കെയിം ആസ് ദാറ്റ് നമ്പൂതിരി. ഭയങ്കര രസമല്ലായിരുന്നു. ഞങ്ങളൊക്കെ ചിരിച്ച്
മൊത്തം എനിക്ക് തോന്നുന്നു 16 പേരോ 17, ഐ ഡോണ്ട് റിമെമ്പർ ഹൗ മെനി ഓഫ് ദം, അവരെ മൊത്തം ചെയ്തത് സിബിനെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഒരാൾക്ക് പേഴ്സണലി അങ്ങനെ ഉണ്ടെങ്കിൽ വൈ ഡു യു വോണ്ട് ഗിവ് ഇറ്റ് ടു സിബിൻ, അല്ലേ? നമുക്കത് തീരുമാനിച്ചൂടെ, സിബിനെ കൊടുക്കണ്ട, വേറൊരാൾക്ക് കൊടുത്താൽ മതി. ഇത്രയും ഒരു ഫുൾ സെഗ്മെന്റ് ലെങ്ത് കോണ്ടന്റ് ആണത്, അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ആയിട്ടൊന്നുമില്ല. അത് ഓരോ വീക്കിലും നമ്മൾ നടക്കുന്ന സിറ്റുവേഷൻസ് എടുത്തു വന്നപ്പോൾ സിബിൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അല്ല? ഐ തിങ്ക് യു ഗൈസ് നോ വാട്ട് വാസ് ദ സിറ്റുവേഷൻ. ഹി ഷോഡ് സംതിങ് ടു സംവൺ ആൻഡ് ഇറ്റ് ബിക്കെയിം എ ബിഗ് ഇഷ്യൂ. അത് അഡ്രസ്സ് ചെയ്ത സമയത്ത് എസ്കലേറ്റ് ആയി പോയ കാര്യങ്ങളാണ്, അല്ലാതെ നമ്മൾ ആരെയും പേഴ്സണലായിട്ട് ടാർഗറ്റ് ചെയ്യാൻ നോക്കുന്നില്ല. ആൻഡ് സിബിൻ വാസ് എ ഗുഡ് കണ്ടസ്റ്റന്റ്, അല്ലേ? എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡിൽ വന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് സിബിൻ. I was like surprised. സിബിൻ ഒരിക്കലും അങ്ങനെ ആയി പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഐ തോട്ട് ഹി വുഡ് ബി ഗൈ ഹു വുഡ് ഓക്കെ സാറ് പറഞ്ഞു അതൊരു സിറ്റുവേഷൻ ബേസ്ഡ് ആണ്, അതിന് കേട്ട് തീർന്നു, അല്ലേ? നാളെ പുതിയ എപ്പിസോഡാണ്, ഇറ്റ്സ് എ ഷോ, ഐ ഡോണ്ട് നോ. പക്ഷേ ഇപ്പം ബിഗ് ബോസ് ഷോയാണ്, അവിടെ മ്യൂട്ട് ചെയ്യേണ്ട സാധനം വ്യക്തമായിട്ട് മ്യൂട്ട് ചെയ്യുന്നുണ്ട്, കാണിക്കേണ്ടതായിട്ടുള്ള വിഷയസ് കാണിക്കാതിരിക്കുന്നുണ്ട്. സിബിൻ വിഷയം മനഃപൂർവ്വം ടെലികാസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ സാധനം അവിടെ കട്ട് ചെയ്യാമായിരുന്നു, ഇതിനെ ഇത്രയും വലുതാക്കണ്ട എന്നൊരു ചർച്ചയുണ്ട്. ശരിക്കും അത് കണ്ടന്റിന് വേണ്ടിയിട്ട് ഈ സാധനം പുറത്തു വിട്ടു, അത് കഴിഞ്ഞിട്ട് വലിയ പ്രശ്നത്തിലേക്ക് ഇത് മാറി എന്നുള്ളത്. കണ്ടന്റിന് വേണ്ടിയിട്ടല്ല എല്ലാവരും ചെയ്യുന്നത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. കണ്ടന്റ് ചെയ്യും, പക്ഷേ എവറിത്തിങ് ഇസ് കോണ്ടന്റ്, അല്ലേ? എവറിത്തിങ് ഇസ് കോണ്ടന്റ്. ഇത് അതിന് വേണ്ടിയിട്ട് പുറത്തു വിടുന്നതല്ല. ഇപ്പം ഒരു ഫൈറ്റ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈറ്റാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പാക്കി ചെയ്യപ്പെടുന്നത്. ലൈക്ക് വെൻ വി സീ ബിഗ് ബ്രദേഴ്സ് എബ്രോഡ്, അവർ ഫൈറ്റിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. ഇറ്റ്സ് വെരി ഹാർഡ്. അത് ഓരോ നാടിൻ്റെ ബിഗ് ബോസ് ഇസ് റണ്ണിങ് അറൗണ്ട് ദ വേൾഡ്. ബിഗ് ബ്രദർ എന്ന രീതിയിൽ റഷ്യയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പം ഓരോ കൾച്ചർ അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളാണ് വരുന്നത്, അല്ലേ? അപ്പം ഇവിടെ അത്യാവശ്യം ഫൈറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്, ഫൈറ്റ്സ് ഹാപ്പൻസ്. എല്ലാവരും ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും വരുന്നത് തന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇപ്പം ഇന്നലത്തെ ഷോയുടെ കണ്ടു തുടങ്ങിയിട്ട് ഇന്ന് രാവിലെ അവിടെ ഫൈറ്റ് ഉണ്ടായി. അത് ഫൈറ്റിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, കട്ട് ചെയ്യേണ്ട ഭാഗം കട്ട് ചെയ്യാറുണ്ട്, മ്യൂട്ട് ചെയ്യേണ്ട ഭാഗം മ്യൂട്ട് ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് ഇത് തെറ്റാന്ന് അറിഞ്ഞിട്ടും ടെലികാസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഐ തിങ്ക് ഇറ്റ് വാസ് ബ്ലർഡ്. എൻ്റെ പോർഷൻ അല്ല അതൊന്നാമത്തത്, അത് റിയാലിറ്റി ടീമിൻ്റെ ആണ്. അത് എന്തുകൊണ്ട് എന്നുള്ള ഡിസിഷൻ ചോദിക്കേണ്ടത് റിയാലിറ്റി ടീമാണ്. ഐ എം നോട്ട് പാർട്ട് ഓഫ് ദ റിയാലിറ്റി. ഞാൻ അവിടെ തേഴ്സ്ഡേ വരുന്നു അല്ലെങ്കിൽ ഫ്രൈഡേ വരുന്നു. റിയാലിറ്റി ടീം എന്ത് ചെയ്യുന്നു, എന്താണോ ടി വിയിൽ ടെലികാസ്റ്റ്. അപ്പോൾ ഞാൻ എപ്പിസോഡാണ് കാണുന്നത്, ഞാൻ ലൈവ് ഇരുന്ന് കണ്ടിട്ട്, കാരണം നമ്മൾ ചെയ്യുന്നത് ടി വിക്ക് വേണ്ടിയിട്ടാണ്. സോ ടി വിയിൽ ഞാൻ എന്ത് ടെലികാസ്റ്റ് ചെയ്തു അത് വി ഡിസ്കസ്. Okay, so there are points sometimes we take because ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലൈവ് വരാൻ തുടങ്ങിയിട്ട് ദിസ് ഇസ് തേർഡ് ഇയർ, അല്ലെ? നമ്മൾ സീസൺ 4 ലൈവ് ഫസ്റ്റ് വന്നത്. ഇത് മൂന്നാമത്തെ വർഷം. 5, 6, 7. അപ്പം ഈ മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്ന 1 മണിക്കൂർ 1.5 മണിക്കൂർ മാത്രമേ കാണുന്നുള്ളായിരുന്നു. ഇപ്പോൾ ദർ ഇസ് എൻ ഓപ്ഷൻ, അഡ്വാൻറ്റേജ് ആണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും. കാണിക്കാത്തതും കാണാത്തതും നമ്മൾ എന്ത് സ്ട്രീമിൽ എടുത്താലും അത് വരും. ആൻഡ് ദർ ഇസ് എ ലിമിറ്റേഷൻ, ഇല്ലേ? 1.5 hours എന്ത് കാണിക്കാൻ പറ്റും. സോ അതിൽ ഹൈ പോയിന്റ്സ് മാത്രമേ കാണും. സോ ഇപ്പോൾ അഡ്വാൻറ്റേജ് ആണ് റിയാലിറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ എപ്പിസോഡിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് നേരം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദെൻ ദാറ്റ് ഈസ് ക്ലിയർലി അപ് ടു നമ്മൾ ഡിസ്കസ് ചെയ്ത് അവിടെ ചെന്നിട്ട് ടീമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എടുക്കാറ്. പക്ഷെ അതർവൈസ് നമ്മൾ റിയാലിറ്റി ടീമിൽ എന്ത് നടക്കുന്നു എന്നുള്ളതല്ല, റിയാലിറ്റി ടീം അന്നത്തെ എപ്പിസോഡുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു വീക്കെൻഡ് എപ്പിസോഡ് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്തതാണോ അല്ലയോ അങ്ങനെ ഒരു സാധനം എനിക്ക് തോന്നാറില്ല. കാരണം അങ്ങനെ ആർക്കും മനഃപൂർവ്വം ചെയ്യേണ്ട കാര്യമില്ല. ബിഗ് ബോസിൽ ഒരു റൂൾ, ആസ് ഫാർ എൻഡമോൾ ഇസ് കൺസേൺ, വിച്ച് ഐ ഹവ് ബീൻ പാർട്ട് ഓഫ് ഇറ്റ്, കൊല്ലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഞങ്ങൾ ആദ്യം തന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ആരെയും തമ്മിൽ വകഭേദം പാടില്ലെന്നുള്ളതാണ്. എല്ലാവരും ഈക്വലി കാണണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പറഞ്ഞു വന്ന ലാലേട്ടനോട് വരുന്ന ദിവസങ്ങൾ വെള്ളിയാഴ്ചയാണ് ഷൂട്ട് നടക്കുന്നത്. രാവിലെ തന്നെ ലാലേട്ടനോട് എത്തുന്നു. പിന്നെ താങ്കളുമായിട്ടുള്ളതാണ്, കൂടുതൽ താങ്കളുമായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ലാലേട്ടൻ ഈ എപ്പിസോഡുകളൊക്കെ കണ്ടിട്ടായിരിക്കും എത്തുക. ഇനി കാണാനില്ലാത്ത എപ്പിസോഡ് ഇന്നതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തും. പിന്നെ ലാലേട്ടൻ യാത്രയിൽ കാണുന്നു. ഞാൻ ചോദിച്ചപ്പോൾ ലാലേട്ടൻ എല്ലാ എപ്പിസോഡും കണ്ടിട്ടാണ് കൃത്യമായിട്ട്, ഈ നേരത്തെ സിമി പറഞ്ഞ സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറയുമ്പോഴാണ് ലാലേട്ടനിൽ എല്ലാ എപ്പിസോഡും കാണും. ലാലേട്ടനൊരു തീരുമാനം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ലാലേട്ടൻ അത് കൃത്യമായിട്ട് കണ്ട് വാച്ച് ചെയ്തതിന് ശേഷമാണ് കാര്യങ്ങൾ നടത്തുന്നത്. അതിനുശേഷം നിങ്ങൾ ലാലേട്ടൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ സംവിധാനം ക്യാരമലിലാണെങ്കിൽ നിങ്ങളൊരു സംസാരം ഉണ്ടാവും. അവിടെയൊക്കെ ലാലേട്ടൻ കുറേ തമാശകൾ പറയുന്നുണ്ടാവും. ഗെയിം ഷോയ്ക്ക് പുള്ളി തയ്യാറെടുക്കുന്നുണ്ടായിരിക്കും. ഒരു ഗെയിമിന് പുള്ളി ഇങ്ങനെ പാർട്ടാവുന്നു. അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ലാലേട്ടനായിട്ട് ഉണ്ടാകാറുണ്ട്. ലാൽ സാർ എന്ന് പറയണ്ടല്ലോ, എനിക്ക് തോന്നുന്നു സാറ്
സാർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഈ ഷോ. എനിക്ക് തോന്നുന്നു അത് ബിഗ് ബോസിൻ്റെ ഒരു സംഭവം തന്നെയാണ്. നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ അത് എല്ലാ ദിവസവും കാണണം. കണ്ടു കഴിയുമ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് അവിടെ നിന്ന് കണ്ടു ഇവിടെ നിന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്ന എനിക്കതിൽ ഇതില്ല. കാരണം അതൊരു അഡിക്റ്റീവ് ഷോ തന്നെയാണ്. നമ്മൾ ആദ്യം തൊട്ട് കണ്ടു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് 24 മണിക്കൂർ ഇപ്പോൾ ഞാനൊക്കെ ചില സമയത്ത് PCR ചെന്നിരുന്നിട്ട് ചുമ്മാ സ്ട്രീം കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ രസമാണ്. കാരണം ഓരോ സിറ്റുവേഷനിൽ ആൾക്കാർ എങ്ങനെ റിയാക്ട് ചെയ്യും. ചിലപ്പോൾ ഒരു ചെറിയ വാക്കായിരിക്കും, അതൊന്നും എപ്പിസോഡിൽ വരില്ലായിരിക്കും, പക്ഷെ തമാശയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈവ് കാണുമ്പോൾ ഭയങ്കര അഡിക്റ്റീവായി പോകുന്നത്. അപ്പോൾ സാറ് ഇത് ഭയങ്കര സാറിന് കിട്ടുന്ന സമയങ്ങളിലൊക്കെ സാർ ഇത് കാണും. ഇതിപ്പോൾ 2 എപ്പിസോഡുണ്ട് ഒരു ദിവസം, പ്ലസ് ഉണ്ട്, മെയിൻ എപ്പിസോഡുണ്ട്. അപ്പോൾ സാർ ഇതെല്ലാം കണ്ട് ഒക്കെ ഭയങ്കര ഇൻവോൾവ് ആണ് സാർ. ഇപ്പോൾ ടാസ്കിൻ്റെ ഇടക്കാണെങ്കിലും ബാക്ക് സ്റ്റേജിൽ വന്നിരുന്ന് കാണും. ഓരോ ബ്രേക്ക് എടുക്കുമ്പോഴും എന്തിപ്പോൾ നടക്കണം, ഇപ്പം എന്താ പറയണ അവർ എന്തൊക്കെ അറിയാം. സാറിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. സോ ഹീസ് ഈക്വലി ഇൻവോൾവ്ഡ് ആണ്. അങ്ങനെയാണ് ആ ഷോ അത്രയും രസിപ്പ് വരുള്ളൂ. കാരണം ഇല്ലെങ്കിൽ സാറ് ഇവിടെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ സാറ് കണ്ടിട്ടില്ലെങ്കിൽ ഒരു നോർമൽ കോൺവെർസേഷൻ ആണല്ലോ, നമുക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടല്ലോ. ഇപ്പം നമ്മൾ സാറിന് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്താലും അപ്പുറത്തുനിന്ന് എന്തെന്നാ പറഞ്ഞതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സാർ അത്രയും ഇൻവോൾവ് ആയിട്ട് അവിടെ സംസാരിക്കാൻ കഴിയുന്നതും ബിക്കോസ് സാർ ഇൻവോൾവ് ആണ്. അത്രയും എപ്പിസോഡ് കാണുന്നതും എല്ലാം കൊണ്ടും തന്നെയാണ്. ഈ ടാസ്ക് ഒക്കെ ലാലേട്ടൻ പറയാറുണ്ട്, ഇന്ന ടാസ്ക് നമുക്ക് കൊടുത്തു. ചില ടാസ്കിലൊക്കെ സാറ് സജഷൻ പറയാറുണ്ട്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇപ്പോൾ ഒരു സീസൺ 5 തോന്നുന്നു, എന്തോ ഒരു ബലൂണിൻ്റെ അകത്ത് കോയിൻ കളക്ടിങ് ടാസ്ക്, സിമ്പിൾ ടാസ്ക്. അപ്പോൾ സാറ് പറയുക ആ കോയിനിലൊക്കെ എൻ്റെ ഫോട്ടോ ഒട്ടിച്ചാലോ. സാറ് അത് അപ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈഡേ ഈവനിങ് ആണ് സാറിനെ കാണുന്നത്. ഈവനിങ് നമ്മളൊരു 6 അല്ലെങ്കിൽ ഒരു 5:30 സാറ് വരുന്നതനുസരിച്ച് നമ്മൾ പോയി കാണാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു 7:30, 8 ഒക്കെ ആവും. ആ കോയിൻ ഇട്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞോളൂ. ഈ കോയിൻ ഇട്ട് കഴിയുമ്പോൾ എന്താന്നുള്ള ലാലേട്ടൻ വല്ലതും പറഞ്ഞു, ഇങ്ങനെയാണ് ബലൂണിൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളൊരു കോയിൻ ഇടണം. സാറൊന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ ടാസ്ക് ഒറിജിനലി ടാസ്ക് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരുന്ന് പൊട്ടിക്കണം എന്നായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു എന്നാ കോയിൻ എന്റെ മുഖത്ത് ഇരിക്കട്ടെ, എന്റെ ദേഷ്യം ഇരുന്ന് പൊട്ടിക്കോ ചവിട്ടി പൊട്ടിക്കോ സംതിങ് ലൈക്ക് ദാറ്റ്. ഇട്ട് തരുമ്പോൾ ക്യാച്ച് ചെയ്യണം, എന്നിട്ട് പൊട്ടിക്കുമ്പോൾ അതിനകത്ത് കോയിൻ ഉണ്ടാവും. അങ്ങനെ എന്തോ ആണ്, ചവിട്ടി പൊട്ടിക്കണോ അങ്ങനെ എന്തോ ആണ്. അപ്പൊ ദേഷ്യമൊക്കെ തീർക്കട്ടെ, എന്നോടുള്ള ദേഷ്യമൊക്കെ അവർ തീർക്കട്ടെ എന്ന് സാറ് പറഞ്ഞത്. ലാലേട്ടൻ എന്ത് സിമ്പിൾ ആണെന്ന് ഉദാഹരണം. അതെ, ഭയങ്കര വെരി വെരി ഡൗൺ ടു എർത്ത്, ബ്യൂട്ടിഫുൾ. എനിക്ക് തോന്നുന്നു ഇതൊരു ഭയങ്കര പ്രിവിലേജ് തന്നെയാണ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ചെയ്യുമെന്നോ. അങ്ങനെ ഇത് ഹാപ്പൻഡ്. സീസൺ 4 ഞാൻ ഷോ ഡയറക്റ്റ് ചെയ്തു. സീസൺ 5 എന്നെ ലാൽ സാറിൻ്റെ എപ്പിസോഡിൽ വിളിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ലാസ്റ്റ് 2 seasons വർക്കിംഗ് വിത്ത് ഹിം വാസ് അമേസിങ്. അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ പ്രതികരണം? എന്നോടുള്ള ദേഷ്യമൊക്കെ തീർക്കണമെന്ന് ലാലും മോനെ എന്നോടുള്ള ദേഷ്യം ഇത് തന്നെയായിരുന്നു. നമ്മളെല്ലാവരും അടുത്ത് ചിരിച്ചേ ഉള്ളൂ. അവിടെ എല്ലാവരും നമ്മൾ ചിരിച്ചു അല്ലേ, നമ്മൾ എന്താ പറയുക, നമ്മളവിടെ ചിരിച്ചു പോയി എല്ലാവരും. ലാലേട്ടൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് താങ്കൾ ചെയ്ത എപ്പിസോഡിൽ ഏറ്റവും എൻജോയ് ചെയ്ത എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അയ്യോ, എനിക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സാർ എല്ലാം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു എല്ലാ എപ്പിസോഡിലും സാറിന് സങ്കടങ്ങൾ വരും. ചില സമയത്ത് സംസാരിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. സാറ് തിരിച്ചു വരുമ്പോൾ സാറിന് ചെറിയൊരു നനവുണ്ടാകും കണ്ണിൽ. സാറിന് എവിക്ഷൻ സാറ് പറയാറില്ല. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത മിക്കവരിലും എന്തെങ്കിലും ഗെയിമൊക്കെ കഴിഞ്ഞ് ബിഗ് ബോസ് ആയിരിക്കും. സാറിന് അവിടെ ഒരു വിഷമമുണ്ട്. സാറിന് അറിയാം ഇത് ഷോ ആണ്, ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഷോ, ഹാസ് ടു ഹാപ്പൻ. കാരണം ചില സമയത്ത് ചോദിക്കും ഇത്തവണ വിടണോ, വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞതല്ലേ വിടാതിരിക്കുന്നില്ല അല്ലേ. സാർ ഈസ് വെരി ജെന്യുവൻ ഇൻ ദാറ്റ് വേ. ഇപ്പം എവിഷനെ പറ്റി പറഞ്ഞു. ഇപ്പം ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറേ റിവ്യൂവേഴ്സ് വന്നിട്ടുണ്ട്, ബിഗ് ബോസിൻ്റെ റിവ്യൂവേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പം ഈ എവിഷൻ നടക്കുന്ന അവിടെ ഷൂട്ട് ഒരു പക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ആരാ എലിമിനേറ്റ് ആയെന്ന് ഇവിടെ കൃത്യമായിട്ട് വിവരം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഷോയുടെ ഒരു ഫ്ലുവൻസി അതിവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് അവിടുന്ന് ഇൻഫർമേഷൻ എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്, അതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയാം. ഒരുപാട് സോഴ്സസ് ഉണ്ടാവാം. അല്ല, ഇപ്പം ഷോ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, പക്ഷെ ആരൊക്കെയാണ് മത്സരാർത്ഥികൾ എന്ന് നേരത്തെ കിട്ടി. പൂർണ്ണ രൂപം ഫ്രൈഡേ ഈവനിങ് നമ്മുടെ കയ്യിൽ കിട്ടി. അതെങ്ങനെയാണ് പുറത്തു പോകുന്നത്? ഇപ്പം ഞങ്ങൾ വീക്കെൻഡിൽ എല്ലാ വീക്കെൻഡിലും സാറ്റർഡേ സൺഡേ ഒരു എവിക്ഷൻ പ്ലേ ഔട്ട് വേണം. അതായത് ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യണം. ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തല പുകഞ്ഞിരുന്ന് ആലോചിച്ചിട്ട് ആലോചിച്ച് സാധനമൊക്കെ സെറ്റ് ചെയ്താലും ഇപ്പം ഈ പറഞ്ഞ മാതിരി എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് കണ്ടസ്റ്റൻ്റിൻ്റെ പേര് പുറത്തു വന്നു. സോ ഇറ്റ് ഈസ് ലൈക്ക് ഇപ്പോൾ വർക്ക് ചെയ്തതിന് യാതൊരു വാല്യൂ ഇല്ല. ബിക്കോസ് യു ആർ ക്രിയേറ്റിംഗ് ഓൾ ദിസ് ഡ്രാമ ബട്ട് ദെൻ പീപ്പിൾ ഓൾറെഡി നോ
ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത്. സോ സംടൈംസ് ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു, വലിയ സംഭവമല്ല. ഇപ്പോൾ ഓഡിയൻസ്, ഇത്രയും പേരുടെ ഓഡിയൻസിൻ്റെ, ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് സെയിം, ഇത് ഞങ്ങൾക്ക് അറിഞ്ഞു, ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ ആ ഫൺ പോയി, ഞങ്ങളുടെ ആ എക്സൈറ്റ്മെന്റ് പോയി, നിങ്ങൾക്ക് അത് എക്സൈറ്റ്മെന്റ് കളയാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇത് പുറത്ത് പോകുന്നത് ഇങ്ങനെ ഇതിൽ വർക്ക് ചെയ്യുന്നവർ തന്നെ ആയിട്ടായിരിക്കുമല്ലോ 100%. അല്ലേ? വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതായത് ഈ സെറ്റിന്റെ അകത്തുള്ള ആരോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്നല്ലെങ്കിൽ ഓഡിയൻസിന് വന്നിരിക്കുന്ന ആൾക്കാരായിരിക്കാം, ഓഡിയൻസിൽ വന്ന അവിടെ ആൾക്കാരിരിക്കാം, അവർ വന്നിട്ട് പോവല്ലേ, അവർ വന്നിട്ട് പോവാം. പക്ഷെ അവരുടെ അടുത്ത് നമ്മൾ പറയുന്നുണ്ട് ഇത് ചെയ്യരുത്, അവരുടെ ഫോൺ മേടിച്ച് വെക്കുന്നുണ്ട്. പക്ഷെ ഷോ കഴിഞ്ഞിട്ടാണെങ്കിൽ ഫോൺ അവർക്ക് 10 മിനിറ്റുള്ളിൽ സാധനം കിട്ടും. അതല്ലെങ്കിൽ ടീമിൽ നിന്നായിരിക്കാം. അപ്പം നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ്, നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുള്ള കാര്യം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഷോ ആണ്, അതിനോടുള്ളൊരു റെസ്പെക്ട് നമ്മൾ കാണിക്കുന്നത്. ഇത് പറയരുത്, പുറത്ത് പോകരുത്. പക്ഷെ എന്നാലും എന്തൊക്കെ ചെയ്താലും ഉറപ്പായിട്ടും ഷോയുടെ എനിക്ക് തോന്നുന്നു എലിമിനേഷൻ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഉള്ളവരറിയുന്നതിന് മുമ്പ് പുറത്തറിയുന്ന ഒരു സീനാണ്. അതെ കൃത്യമായിട്ട് അങ്ങനെ വരുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി സാഡ്. കാരണം ഇതൊരു പ്രൊഫഷനാണ്. ഇൻ ദ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെയൊക്കെ വർക്കാണ്, അല്ലേ? നമ്മൾ സാലറി കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പം അതിനുള്ളൊരു റെസ്പെക്റ്റ് എന്ന രീതിയിൽ നമ്മളത് കാണിക്കണം എന്നുള്ളതാണ്. പക്ഷേ സം പീപ്പിൾ ഡോണ്ട്, people. അല്ല, അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു സൊല്യൂഷനും ഇല്ല. എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും? ആരെ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും? everyone has got a phone. നമുക്ക് ഫോൺ ഓക്കെ ആ സമയത്ത് പിടിച്ചു വെക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ആരെങ്കിലും അപ്പുറത്ത് ഇപ്പുറത്ത് പോയി, ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഐ ഹാവ് ഹേർഡ് സ്റ്റോറീസ് ദാറ്റ് പീപ്പിൾ ഹയർ ആൻഡ് ഓൾ, എനിക്കറിയില്ല കേട്ടോ സത്യാവസ്ഥ. പക്ഷേ ഈ ഡിജിറ്റൽ മീഡിയ പീപ്പിൾ എല്ലാരും കാശ് കൊടുക്കുന്നു, കാശ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടാവല്ലോ, എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാവുമായിരിക്കും. അവിടുന്ന് ഇറങ്ങി വരുമ്പോ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനിയുള്ളത് ഞങ്ങളുടെ കോമ്പറ്റീഷൻ വേൾഡ് അതാണ്, ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആർക്ക് കിട്ടുന്നു. ഇപ്പൊ കണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ പൈസ ആർക്ക് കൊടുക്കുന്നു അവർക്ക് ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എന്നുള്ളതാണ്. അല്ല, അവരെ കുറ്റം പറയാനും പറ്റില്ല. അല്ല, അത് പറ്റില്ല. അവര് ഫെയിമിലായി കഴിഞ്ഞാൽ അവർക്ക് അതൊരു ഷോർട്ട് ലെവൽ ഫെയിം ആണ്. ബിഗ് ബോസ് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്കുണ്ട്, അല്ലേ? അത് കഴിഞ്ഞാൽ അവർ ഔട്ടാണ്. അപ്പൊ അവര് പറയുന്ന പൈസ കൊടുത്ത് എടുക്കാൻ പറ്റുന്നവർ എടുത്താൽ മതി. എന്ത് തെറ്റിരിക്കുന്നത്? അതെ, അല്ല അതിൽ കുഴപ്പമൊന്നുമില്ല, ഒരു തെറ്റും നമ്മൾ പറയില്ല. ഇതിലൊന്നിലും നമുക്ക് തെറ്റോ ശരിയോ പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ലൈഫാണ്. ഇപ്പം ഒരു യൂട്യൂബർ എന്തുകൊണ്ട് അത് പുറത്ത് പറയുന്നു? കാരണം ഏറ്റവും കൂടുതൽ ആദ്യം പുറത്ത് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടും, അവർക്ക് പൈസ കിട്ടും, അല്ലേ? പക്ഷെ എന്തുകൊണ്ട് എനിക്കത് പുറത്ത് ആവരുതെന്ന ആഗ്രഹം? കാരണം ഞാൻ ഇത്രയും പണിയെടുത്തതാണ്, ഞാനത് ടെലിവിഷനിൽ കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടു. പക്ഷെ എല്ലാവരും സത്യമാണ്, എല്ലാവർക്കും അത് നടക്കില്ല. ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. എത്രയോ ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നു. നമ്മള് ടാസ്കുകൾ കൊടുക്കുന്നുണ്ടല്ലോ, ആ ടാസ്കുകൾ നമ്മൾ മത്സര ബുദ്ധി തന്നെയാണ് വേണ്ടത്. മത്സര ബുദ്ധിയോടുകൂടി അത് എന്ത് രീതിക്കും വിജയിക്കുക എന്നുള്ളൂ. ചില ആളുകൾ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യത്തിൽ ലാലേട്ടനൊക്കെ വലിയ രീതിക്ക് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെ മനഃപൂർവ്വം മാറി നിൽക്കുന്നതാണോ, വേണ്ട എനിക്കിത് വേണ്ട, എനിക്ക് പോയേ പറ്റുള്ളൂ, ഞാൻ മടുത്തു എന്ന രീതിക്ക് മാറിയിരിക്കുന്നവരാണ്? എങ്ങനെ വേണമെങ്കിലും ആകും. ഇപ്പം ഇതിൻ്റെ അകത്ത് നിന്ന് ചാടിപ്പോകാൻ നോക്കിയ ആൾക്കാർ വരെ ഉണ്ട്. മലയാളത്തിലല്ല, ഓവർ ദ ബിഗ് ബോസസ്. കാരണം നമ്മളൊക്കെ ഇത് ആലോചിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടാവും, എന്നെ അവിടെ കൊണ്ടുപോയിരുന്നെങ്കിൽ, ഞാൻ ഈ ഷോൻ്റെ അകത്തായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്തേനെ, ഇത് ചെയ്തേനെന്ന് പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യും, ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല. പക്ഷേ ആ ഷോ ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ ഇറ്റ്സ് ടു ടേഡ ഹോ ജാത്ത ഹൈ. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റണമെന്നില്ല. ഇത്രയും ദിവസം ഒരു കണക്ഷനും ഇല്ലാതെ നമുക്ക് ഈ വീടിൻ്റെ അകത്ത് നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതിൻ്റെ കൂടെ ഭയങ്കര പ്രഷറുമാണ്. ഒന്നാമത്തെ ടാസ്കിൻ്റെ പ്രഷറുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാ കണ്ടസ്റ്റൻറ്റും ഈ പറഞ്ഞ മാതിരി എല്ലാവർക്കും സ്ട്രാറ്റജീസ് ഉണ്ട്, എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ട്, എല്ലാവരും റിയാക്ട് ചെയ്യാൻ വന്നേക്കുന്നതാണ്. അപ്പോൾ ഇതൊരു പ്രഷർ കുക്കർ സിറ്റുവേഷൻ തന്നെയാണ്. ഒരു പ്രഷർ അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ചില സമയത്ത് വീട്ടിൽ പോകണമെന്ന് തോന്നിയിട്ടുണ്ടാവാം, ചില സമയത്ത് എന്തിനാണ് ഞാനിത് ചെയ്യണമെന്ന് തോന്നാം, ചില സമയം അത് മനുഷ്യൻ്റെ മൂഡല്ലേ. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഈ മത്സരാർത്ഥികളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന എന്തായിരിക്കും നിങ്ങൾക്ക് മുൻകൂട്ടി? എനിക്ക് തോന്നുന്നു ഇമോഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവരുടെ പേരൻസിനെ അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കളെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും? അത് എപ്പോഴും ഉണ്ടാവുമല്ലോ. നമ്മളൊരു ഷോ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകും ഇന്ന കാര്യങ്ങൾ, നമുക്ക് റിയാക്ഷൻസ് എവറി ഡേ എല്ലാം നമ്മൾ ചെയ്യുന്ന ടാസ്ക് ഉൾപ്പെടെ എല്ലാം ചെയ്യുന്ന റിയാക്ഷൻസ് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഈ റിയാക്ഷൻ്റെ ഹൈ പോയിന്റ് കിട്ടുമ്പോഴാണ് ഓഡിയൻസിന് ഇൻട്രസ്റ്റ് ആവുക. അപ്പോൾ അത് എന്താണ് ഹൈ പോയിന്റ് എന്നുള്ളത് ആൻഡ് പ്ലസ് ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും എനിക്ക് കേൾക്കുമ്പോൾ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു സാധനം തന്നെ ആയിരിക്കുമല്ലോ
ഒരു ജനറലി ആൾക്കാർക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നുന്നത്. ഓഡിയൻസിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നു നല്ല റിയാലിറ്റി, ശരിക്കുമുള്ള നാച്ചുറൽ ബിഹേവിയർ ആണെങ്കിൽ ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടും അല്ലേ. അല്ലാത്ത പക്ഷെ അത് മനസ്സിലാവുകയും ചെയ്യും. തീർച്ചയായിട്ടും അല്ലേ, മനസ്സിലാവുകയും ചെയ്യും. അതാണ് അതിൻ്റെ രസം. ഇപ്പോൾ ഇവരെല്ലാവരും എന്തൊക്കെ പോയി പ്ലാൻ ചെയ്തിട്ട് വന്നാലും അവരങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുക, ഓഡിയൻസിന് മനസ്സിലാകും. ഓഡിയൻസിന് ഭയങ്കര ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് ഇവർ ചിന്തിക്കണം എന്നുള്ളതാണ് ഇത്. സിബിൻ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നാൽ, സിബിനെ നിങ്ങൾ ഭ്രാന്തനാക്കി ഒരു മെഡിസിൻ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും അത് എന്ത് മെഡിസിനാണ് കൊടുത്തത്? ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ആ സമയങ്ങളിൽ ഞാൻ അവിടെ ഇല്ല. പക്ഷേ എൻ്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സാറ്റർഡേ ഈവനിങ് 6 o'clock നമ്മൾ ഷൂട്ട് കഴിയും. 6:30 ഷൂട്ട് കഴിയും. 7 o'clock നെക്സ്റ്റ് ഡേ സൺഡേ നമ്മുടെ എഡിറ്റും കാര്യങ്ങളും ഉണ്ടാകും. സൺഡേയിലത്തെ എപ്പിസോഡ് എഡിറ്റ് ഞാനൊരു ഈവനിങ് ആകുമ്പോൾ ഞാൻ സെറ്റിൽ നിന്ന് പോകും. ഞാൻ തിരിച്ച് നാട്ടിൽ വരും. നാട്ടിൽ വന്നിട്ട് ഐ സ്റ്റേ ഹിയർ ഫോർ 3-4 days. അപ്പം ഞാൻ അവിടെ നിന്ന് പോരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സൺഡേ മോർണിംഗ് സിബിൻ സ്റ്റാർട്ടഡ് സിറ്റിംഗ് ഒരു കോർണറിലേക്ക് ഇരിക്കാൻ തുടങ്ങി. ഐ തിങ്ക് ദേ സെഡ് എവിക്ഷൻ ടീം ഐ എം സ്കെയർഡ് ഓഫ് ഇറ്റ് ആൻഡ് ഓൾ ദോസ് തിങ്. ഞാൻ പറഞ്ഞു ഓക്കെ വാട്ട് ഇസ് ഇറ്റ്. സോ യൂഷ്വലി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകും. ആൾക്കാർ ഇങ്ങനെ ഇത്രയും ഓവർ തിങ്ക് ചെയ്ത് അതൊരു പ്രശ്നമാവാറില്ല, എനിക്ക് മനസ്സിലായില്ലേ. അപ്പോൾ എന്താണെങ്കിലും പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മൺഡേ വീട്ടിൽ വന്നു. മൺഡേ മോർണിംഗ് സോ ഐ ട്രാവൽ ബൈ ബസ്. സോ ഐ ടേക്ക് മൈ ടൈം. കുറച്ച് നേരം ഒന്ന് റിവൈൻഡ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പിസോഡുകൾ കാണാം. സോ ഐ സിറ്റ് ആൻഡ് വാച്ച് എപ്പിസോഡ്സ് തന്നെ. ഞാൻ ഇവിടെ വന്നു മൺഡേ കമ്മിങ് ബാക്ക് ഹോം. ഞാൻ പിന്നെ എൻ്റെ മോളോ ബിഗ് ബോസോ ആയിട്ടൊന്നും കണക്ഷൻ ഒന്നുമില്ല. വീട്ടിൽ വന്നു വീട്ടുകാരായിട്ടൊക്കെ സ്പെൻഡ് ചെയ്തു. ഐ തിങ്ക് ട്യൂസ്ഡേ വെനസ്ഡേ ഐ ഗെറ്റ് ടു നോ ഇങ്ങനെ സിറ്റുവേഷൻ വഷളായി, ഹീ നീഡ്സ് ടു ഗോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പോയി കഴിഞ്ഞ് സോ ഐ റീച്ച് ദെയർ ഓൺ തേഴ്സ്ഡേ. ആ സമയത്തിനുള്ളിലാണ് എൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത്. ആൻഡ് ഐ കോൾ ആൻഡ് ഐ ആസ്ക്ഡ് വാട്ട് ഇസ് ദ സീൻ. ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ. ഹി സെഡ് ഹി വോണ്ട്സ് ടു ഗോ, ഹി ലെഫ്റ്റ്. ഇത്രയും ഒരു കാര്യമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് മെഡിസിൻ കൊടുത്തു. അത് ഇപ്പം ഒരു I was told that he met the psychiatrist there. So psychiatrist company, I know this guy for years. പുള്ളി ബിഗ് ബോസിൻ്റെ എല്ലാ ബിഗ് ബോസിനും പുള്ളിക്കാരനാണ് വന്ന് സൈക്കാട്രിക് മീറ്റിംഗ് നടത്തുന്നതും കാര്യങ്ങളും എല്ലാം. സോ ഹീ നോസ് ഹൗ ലെവൽ എന്തായിരിക്കും. കാരണം ഇങ്ങനെ ഒരു ഷോയിലേക്ക് പോകുമ്പോൾ അത് അവർ ശരിക്കും നോക്കിയിട്ടാണ് വിടുന്നത്. കാരണം മെൻ്റലി ഭയങ്കര കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ സ്ട്രെയിൻ വരുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്ന ഒരു ഷോ ആണ് അല്ലേ. അല്ലാതെ ചുമ്മാ പോകുന്നതല്ല. അവിടെ പോകുന്ന ആൾക്കാർക്ക് അറിയാവുന്നതാണ് ഇങ്ങനൊരു ടഫായിരിക്കും ഷോ. അവിടെ ടാസ്കുകളുണ്ടാകും, പുറത്ത് പോകാൻ പറ്റില്ല, ഫോണില്ല, ഔട്ട്സൈഡ് കണക്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെയും കൂടെ നമ്മൾ ഫൈറ്റ് ചെയ്ത ഒരാൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു വരാം. അവിടെ അത് പറ്റില്ല. അവരെ തന്നെയാണ് നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഈവൻ ഇഫ് ഇറ്റ്സ് എ ലവ് സിറ്റുവേഷൻ, ഇപ്പോൾ നമുക്ക് വേണ്ട എന്ന് വിചാരിച്ചാലും ഇവിടെ ആകുമ്പോൾ ഒരു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് പോവാം. പക്ഷെ അവിടെ അത് പറ്റില്ല. എല്ലാം കൊണ്ടും അതൊരു ഭയങ്കര മെൻ്റൽ ടോർച്ചർ സിറ്റുവേഷൻ തന്നെയാണ്. സോ അപ്പോൾ അങ്ങനെ ഒരു സൈക്കാട്രിസ്റ്റിനെ പുള്ളി കണ്ടു എന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ വെദർ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചിട്ട് ഐ ഹവ് നോട്ട് ക്ലൂ. ലൈക്ക് ഇപ്പം മെഡിസിൻ കൊടുത്തു, ഇത് കൊടുത്തു, അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും ചെയ്യില്ല. ബിക്കോസ് എന്തെങ്കിലും ഒരു പ്രൂഫും റെക്കോർഡിക്കൽ സാധനങ്ങളും അവരുടെ കയ്യിലുണ്ടാകും അല്ലേ. ഉണ്ടാകാതെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ ഒരു സാധനം അത് സീരിയസ് സിറ്റുവേഷനാണ്. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രൂഫ് വേണം. സോ ദേ വിൽ ഹാവ് ആ സമയത്തുള്ള വീഡിയോ റെക്കോർഡിങ്സും കാണിച്ചൊക്കെ എല്ലാം അവരുടെ ബാക്കപ്പ് ഉണ്ടാകും. അത് ബാക്കപ്പ് എടുത്ത് വെക്കുകയും ചെയ്യും അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ. കാരണം നാളെ അത് എപ്പോഴെങ്കിലും അതൊരു പ്രശ്നമായി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് കമ്പനി അല്ലേ. ഏഷ്യാനെറ്റും എൻ്റെമോളും പോലുള്ള കമ്പനി അവരുടെ പ്രിക്വേഷൻസ് എടുക്കാതെ തോന്നിയ പോലെ ചെയ്യില്ലല്ലോ. തെറ്റുകൾ എവിടെയോ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു എവിടെയെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പുറത്ത് വന്നവർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതായിരിക്കാം. ഇല്ലെങ്കിൽ അകത്ത് ഇപ്പോൾ പറഞ്ഞില്ലേ, ഇതൊരു ടോക്ക് ഓഫ് ദ ടൗൺ തന്നെയായിരുന്നു. അതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ പറ്റത്തില്ല അല്ലേ. അപ്പം പക്ഷേ ഇതിന് വേണ്ടത് എൻഡ് സൊല്യൂഷൻ എന്തായിരുന്നു? ഇതിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു അവർ പറഞ്ഞു തന്നതല്ലാതെ ഒരു പ്രൂഫോ കാര്യങ്ങളോ വെച്ചിട്ട് എനിക്കിതുവരെ വന്നിട്ടില്ല. ഇപ്പം പറഞ്ഞു കേസ് എന്ന് പറഞ്ഞു, എനിക്ക് വന്നിട്ടില്ല. ഞാൻ പോയിട്ടില്ല. ഞാൻ ഷോ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. റെക്കോർഡിക്കൽ പ്രൂഫ് ഉണ്ടാവുമല്ലോ അതിനൊക്കെ. ആണോ? സോ ടോട്ടലി ലൈക്ക് ഐ എം ഷുവർ ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവും. ആരെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചത് മാറിപ്പോയിട്ടുണ്ടാവാം.
സിറ്റുവേഷൻ മസ്റ്റ് ഓഫ് കോഴ്സ് ഡൺ ആണ്. വിഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ലാലേട്ടന് ചിലപ്പോൾ സങ്കടപ്പെടും, താങ്കൾക്കും തോന്നാറില്ല അങ്ങനെ? സി ദ പ്രോബ്ലം ഇസ്, എനിക്ക് തോന്നാറുണ്ട് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ തോന്നുന്നത് വെച്ചാൽ ഇപ്പം നല്ലൊരു കണ്ടസ്റ്റൻറ്റ് പോകുമ്പോൾ, കോണ്ടന്റ് തരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് പോകുമ്പോൾ നമുക്ക് വിഷമം. ഇപ്പം ഒരാൾക്ക് പുതിയതായിട്ട് ഒരാൾക്ക് പോകണമെന്ന് താങ്കൾ കൊടുക്കുന്ന ഉപദേശം എന്തായിരിക്കും? ഞാൻ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഓൾറെഡി എല്ലാവരും പോയി, ഇതിന് മുമ്പ് കൊടുക്കേണ്ട ഒരുപാട് പേര് എന്നെ വിളിക്കുവേ. അപ്പോൾ വിളിച്ച് കഴിയുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ഭയങ്കര റിയാക്ട് ചെയ്യും, ഞാനത് ചെയ്യും, ഞാൻ ഒരാളെയും വെറുതെ വിടില്ല. ഐ തിങ്ക് ഷോ ശരിക്കും പറഞ്ഞാൽ അതല്ല. ഷോ ഇസ് നോട്ട് അബൌട്ട് വൈ ഡിഡ് വി ആൾ ലവ് ദ ഷോ. നമ്മളെപ്പോഴും എനിക്കെപ്പോഴും ഷോ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കാൻ പറ്റിയ വേറെ ഷോ ഇല്ല. സ്നേഹബന്ധങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ അവർ പറയും ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു ലവ് അഫെയർ വന്നു എന്ന് ചോദിക്കും. നാച്ചുറൽ അല്ലേ, നമ്മളൊരു വീട്ടിൻ്റെ അകത്ത് പൂട്ടിയിട്ടിട്ട് നമ്മൾ എല്ലാ ദിവസവും കാണുന്നു, നമ്മുടെ ഒരു വേവ് ലെങ്ത് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരാൾ, അത് ചിലപ്പോൾ ഒരു ബ്രദർലി ഫീലിംഗ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു മദർലി ഫീലിംഗ് ആയിരിക്കാം. എല്ലാവർക്കും എല്ലാ ഫീലിങ്ങും ഉള്ള മനുഷ്യരല്ലേ നമ്മളെല്ലാവരും. പക്ഷേ ഇതെല്ലാം മാറി എല്ലാവരും ഗെയിം മാത്രം കളിക്കാൻ തുടങ്ങുമ്പോൾ ഐ ഡോണ്ട് നോ, ഐ പേഴ്സണലി എനിക്കതൊരു ഇഷ്ടമുള്ള കാര്യമല്ല. അതിൻ്റെ അകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ ഒരു രസം. റിലേഷൻഷിപ്സ് ഉണ്ടാവണം. അപ്പോൾ ചില റിലേഷൻഷിപ്സ് നന്നാവും, ചില റിലേഷൻഷിപ്സ് പൊട്ടും. ഇപ്പോൾ ബ്രദേഴ്സ് ആയിരുന്നു വിചാരിക്കുന്നവർ ചിലപ്പോൾ ചതിക്കപ്പെടാം. ഇതെല്ലാം പാർട്ട് ഓഫ് റിയൽ ലൈഫാണ്. നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ റിയൽ ലൈഫിൽ ഇപ്പോൾ ഞാൻ ഇക്കാനെ കാണുമ്പോൾ വരുമ്പോൾ വലിയ സ്ട്രാറ്റജി ആയിട്ടാണോ വന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ ആദ്യം കാണുന്നു, സംസാരിക്കുമ്പോൾ എങ്ങനെ പോകുന്നു, നമ്മുടെ വേവ് ലെങ്ത് എന്നനുസരിച്ചിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് ഫോം ആകുന്നു. പക്ഷെ ഇതിന് ഇപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവുന്നില്ല. ബേസിക്കലി ബിക്കോസ് എവ്രി വൺ ഇസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. ഇപ്പം കഴിഞ്ഞ കൊല്ലത്തെ വേണമെങ്കിൽ പറയാം, ആ ഒരു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഫൈറ്റ് വാസ് സിഗരറ്റ് ഫൈറ്റ്. അൺനെസസറി ബ്ലോ അപ്പ് ചെയ്തു എന്നെല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ദാറ്റ്സ് ദ റീസൺ ഫസ്റ്റ് വീക്കിൽ തന്നെ പുള്ളി എവിക്റ്റ് ആയി പോവുകയും ചെയ്തു അല്ലേ, രജീഷ്. അപ്പം ഇവർ ഇത് ഭയങ്കര പ്ലാനിങ് ആണ് എല്ലാവർക്കും. ഇപ്പോൾ ബാക്കിലിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത ഓഡിയൻസ് എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യും, സ്ക്രീൻ സ്പേസ്. പക്ഷേ ഇവർ മനസ്സിലാക്കണം, ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അത് ഒരു പുട്ടപ്പ് ബിഹേവിയർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഓഡിയൻസിന് ഇവരെല്ലാം ഇഷ്ടപ്പെടണമെങ്കിൽ ഇവരുടെ സ്റ്റോറീസ് വരണം, റിലേഷൻഷിപ്സ് ബ്ലൂം ചെയ്യണം അല്ലേ. അതൊരു ഇതാണ്. I think that is one thing that people should start noticing. I think after ഒരു സീസൺ 4 കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഈ ഒരു ട്രെൻഡ് ഇൻ അല്ലേ, സ്പേസും സ്ക്രീൻ സ്പേസും കാര്യങ്ങളൊക്കെ വന്നത്. Now I think after that everyone is becoming that one particular person. നമ്മുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി, നമ്മളുടെ ഒരു സോഫ്റ്റ് സൈഡൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ, നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ് സോഫ്റ്റ് സൈഡ്സ്. അതൊക്കെ കൂടെ വരുമ്പോഴാണ് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഇതായി അല്ലെ. ആസ് എ ഹ്യൂമൻ ഓൾസോ ഐ തിങ്ക് നമുക്ക് ദേഷ്യവും സങ്കടവും സ്നേഹവും ഇതെല്ലാം കൂടെ വരുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതത്തിലൊരു രസം. എപ്പോഴും ദേഷ്യം മാത്രം വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അല്ലേ, അതൊരു ബോർ ലൈഫ്. ഡോക്ടർ റോബിൻ്റെ സീസണിൽ ഡോക്ടർ റോബിൻ്റെ നേച്ചർ വേറെ ആയിരുന്നു അല്ലേ, എന്തിനും അലറി വിളിക്കുക, അങ്ങനെയായിരുന്നല്ലോ റോബിൻ. അതെന്തായിരിക്കും അത്തരമൊരു രീതിയിലേക്ക് പോയതെന്ന് ചിന്തിച്ചിട്ടുണ്ട്? സോ ഇതൊരു ബാലൻസിങ് ഒരു ഫൺ ഫാക്ടറാണ് അല്ലേ. അപ്പം അത് ഇപ്പം അന്നൊരു റോബിൻ മാത്രമേ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ വിന്നറിന് അർഹതയില്ലാത്തൊരു വിന്നറാണ്, ക്വാളിറ്റി ഇല്ലാത്തൊരു വിന്നറാണെന്നുള്ള ചർച്ചയുണ്ടായിരുന്നു. റോബിൻ ഓൾസോ ഒരു സോഫ്റ്റ് സൈഡും ഉണ്ടായിരുന്നു. ഇപ്പോൾ റോബിൻ ദിൽഷയുടെ കൂടെ ആയിരുന്നു, പുള്ളിക്ക് അതിലൊരു സോഫ്റ്റ് സൈഡും ഉണ്ടായിരുന്നു. ചില കാര്യങ്ങളിൽ പുള്ളിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. ബിഗ് ബോസിലേക്ക് വരാൻ താല്പര്യം പറയുന്ന ആളുകൾക്ക് പണ്ടൊക്കെ ബിഗ് ബോസിലേക്ക് വരാൻ ആർട്ടിസ്റ്റുകളാണ് റെഡിയാണ്. അപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒച്ചയിലായിരുന്നു ദ ഹോൾ മീറ്റർ വെൻറ്റ് എന്നോ. പക്ഷേ ആ ഒരു മീറ്റർ വന്നപ്പോൾ ഇപ്പുറത്ത് ജാസ്മിൻ എന്നുള്ളൊരു മീറ്റർ വന്നു. അത് ആ ഒരു മൂമെൻറ്റ് തന്നെയാണ്. ആ രാത്രി പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര രാത്രിയാണ് ഇത് പറയുന്നത് ശ്രീനീഷിൻ്റെ അടുത്ത് പേളി. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ ലൈക്ക് പേളി ശ്രീനീഷിനെ പ്രപ്പോസ് ചെയ്തു. എപ്പോ എങ്ങനെ